ഹലോ സുഹൃത്തുക്കളെ, അങ്ങനെ അവൾ വന്നിരിക്കുകയാണ്. ആരാണവൾ? അതെ, ഞാനാണവൾ. അങ്ങനെ 2-3 ദിവസം ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഞാൻ വന്നേക്കുവാണ്. അപ്പോൾ 2-3 പേര് ചോദിച്ചായിരുന്നു വീഡിയോ ഇടുന്നില്ലേ, എന്ത് പറ്റിയെന്നൊക്കെ. ഗൈസ്, കുറച്ച് തിരക്ക് കൂടിപ്പോയാണ് വീഡിയോസ് വരാതിരുന്നത്. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യാനായിട്ടൊരു ടൈം കിട്ടണ്ടേ. റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് വോയിസ് ഓവർ ചെയ്യാനായിരുന്നു ഏറ്റവും പാട്. ഒട്ടും ടൈം കിട്ടിയില്ല. പിന്നെ ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്. പിന്നെ നല്ല തണുപ്പൊക്കെ അല്ലേ, അപ്പോൾ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയൊക്കെ പോവും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസത്തേക്ക് എന്തെങ്കിലും അസൈൻമെൻറ്റോ നോട്ട്സോ പഠിക്കാനോ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ പിന്നെ റെക്കോർഡ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ഒന്നും സമയം കിട്ടത്തില്ല. അതാണ് നമ്മൾ കുറച്ച് ബ്രേക്ക് എടുത്തത്. ഇപ്പോൾ ദേണ്ട നമ്മൾ പിന്നെയും തിരിച്ച് വന്നേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നമ്മുടെ BR റാങ്ക്ഡ് ആണ്. റാൻഡം പ്ലെയേഴ്സായിട്ട് തന്നെയാണ് നമ്മൾ ഇന്നും കളിക്കുന്നത്. അപ്പോൾ ഇനി കൂടുതലൊന്നും പറഞ്ഞ് ലാഗ് അടിപ്പിക്കേണ്ട, നേരെ വീഡിയോയിലോട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫാക്ടറിയിൽ വന്ന് ഇറങ്ങിയേക്കുവാണ്. ഇനി ലൂട്ടും കാര്യങ്ങളെല്ലാം സെറ്റാക്കണം. ചെന്നപ്പോൾ തന്നെ നമുക്ക് അടിപൊളി ഗണ്ണൊക്കെ കിട്ടിയിട്ടുണ്ട്. 2 ലോങ് റേഞ്ച് ഗണ്ണാണ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്കൊരു ഷോർട്ട് റേഞ്ച് ഗണ്ണും കൂടെ സെറ്റാക്കണം. ഒന്ന് പാരഫലും പിന്നെ നമ്മുടെ SKSും കിട്ടിയിട്ടുണ്ട്. എനിക്ക് പാരഫൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ക്യാരക്ടറിന് SKS ആണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഓക്കെ, പാരഫൽ കളഞ്ഞിട്ട് SKS തന്നെ എടുക്കാമെന്ന്. അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് ഒരു ഷോർട്ട് റേഞ്ച് ഗണ്ണും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്, P90. പക്ഷേ ഇത് അത്ര അടിപൊളി ഗണ്ണൊന്നും അല്ല, എന്നാലും തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രം. ഈ ഒരു ഗണ്ണും കൂടെ മാറ്റി നമുക്കൊരു അടിപൊളി ഗണ്ണൊക്കെ സെറ്റാക്കണം. അങ്ങനെ ഞാൻ വേണ്ട പിന്നെയും നമ്മുടെ ഫാക്ടറിയിൽ എല്ലായിടത്തും ഒന്ന് അഴിച്ചു പെറുക്കി തപ്പുവാണ് എന്തെങ്കിലുമൊക്കെ നല്ല ഷോർട്ട് റേഞ്ച് ഗണ്ണുണ്ടോ എന്ന്. അങ്ങനെ നോക്കുമ്പോഴാണ് ഗൈസ് എനിക്ക് വേണ്ട UMP കിട്ടിയിട്ടുണ്ട്. UMP എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വലിയ കുഴപ്പമില്ലാത്ത ഒരു ഗണ്ണാണ്. ഇനി ഇത് മാറ്റണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല. അത് കഴിഞ്ഞ് പാനും പിന്നെ നമുക്ക് കുറച്ച് ലൂട്ടും കൂടെ ഒക്കെ ഇങ്ങനെ സെറ്റാക്കാനായിട്ട് നടക്കുവാണ്. മെയിനായിട്ട് മെഡിക്കിറ്റ് വേണം, എപ്പോഴൊക്കെ ആവശ്യം വരിക ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പിന്നെ നമ്മൾ ലൂട്ടും കാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ടീംമേറ്റ്സിൻ്റെ കൂട്ടത്തിൽ പോകാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം അവരൊക്കെ ഏകദേശം അടുത്തടുത്തായിട്ടുണ്ട്. ഞാനാണ് കുറച്ച് ഡിസ്റ്റൻസ് കൂടുതൽ തോന്നി. അപ്പോൾ ഞാൻ പിന്നെ അവരുടെ അടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ അവരും ലൂട്ടും കാര്യങ്ങളെല്ലാം സെറ്റാക്കുവാണ്. ഞാനും അവിടെ ഇവിടെയൊക്കെ കാണുന്ന ലൂട്ടും കാര്യങ്ങളെല്ലാം സെറ്റാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പതുക്കെ മേളിലോട്ട് കയറി പോയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് ഞാനിവിടെ എനിമി ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കി. പക്ഷേ എനിമീസിനൊന്നും കണ്ടില്ല ഗൈസ്, വളരെ സേഫ് ആയിരുന്നു. പിന്നെ ഞാൻ കയറാനൊന്നും നിന്നില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ഫാക്ടറിയുടെ മേളിലോട്ട് കയറി വന്നേക്കുവാണ്. താഴത്തു നിന്നും മടുത്തു, അവസാനം മുകളിലോട്ട് കയറി വന്നു. ഇനി എനിമീസിനെയൊക്കെ നോക്കുവാണ്. അപ്പോൾ ഇവിടെ എനിമീസും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞ കാരണം പിന്നെ കുറേ നേരം ബോറടിച്ചിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടും ടീംമേറ്റ്സ് ഒത്തിരി ദൂരെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടും ഞാൻ അവസാനം ഇറങ്ങിയിട്ടുണ്ട്. ടീംമേറ്റ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ പോകാനായിട്ട് നോക്കുവാണ്. പിന്നെ അതിൻ്റെ ഇടയിലെല്ലാം നമ്മൾ ലൂട്ട് സെറ്റാക്കാൻ നോക്കുന്നുണ്ട്. ഓൾറെഡി ലൂട്ട് സെറ്റല്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് ഓൾറെഡി ലൂട്ടും കാര്യങ്ങളെല്ലാം സെറ്റായിട്ട് തന്നെ ഇരിക്കുവാണ്. എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ലല്ലോ. അത് കാരണം ഞാൻ പിന്നെയും ഓരോന്നും ഇങ്ങനെ തപ്പി നടക്കുവാണ്. അപ്പോഴാണ് നമ്മുടെ വെൻഡിങ് മെഷീനിൽ നിന്ന് നമ്മുടെ ഒരു ടീംമേറ്റ് മറ്റേ എനിമീനെ കണ്ടുപിടിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഹിറ്റ് ലിസ്റ്റ്, ആ സാധനം മേടിച്ചേക്കുന്നത്. എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടെ പോയി അവനെ അങ്ങ് തീർത്തിട്ട് വരാമെന്ന് വിചാരിച്ച് ടീംമേറ്റ്സിൻ്റെ കൂട്ടത്തിൽ സപ്പോർട്ട് പോവുകയാണ്. ആക്ച്വലി എനിക്ക് ആ കില്ല് വേണം, അതാണ് കാര്യം. അപ്പം ഞാൻ അവരെയൊക്കെ പൊട്ടിച്ച് മുന്നിലോട്ട് കയറാനായിട്ട് നോക്കുന്നുണ്ട്. ആ എനിമിയാണെന്ന് തോന്നുന്നു. അവിടെ വണ്ടിയൊക്കെ എടുത്ത് അവൻ ഓടുവാണ്. പക്ഷേ ഞങ്ങൾ വെറുതെ വിടുമോ? ഞങ്ങൾ അവനെ സ്പോട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ ഡാമേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ടീംമേറ്റ്സ് നോക്കുന്ന കാരണം ഞാൻ എന്നാൽ കറങ്ങിപ്പോയി അവനെ അടിക്കാമെന്നൊക്കെ വിചാരിച്ച് ബുദ്ധിപൂർവ്വം ഞാൻ പുറകിലോട്ട് കറങ്ങാനായിട്ട് പോവുകയാണ് ഗൈസ്. നോട്ട് ദ പോയിൻറ്റ്, ബുദ്ധിപൂർവ്വം. ആവശ്യത്തിലേറെ അത് ഉണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ ഞാനത് പൊടി തട്ടി എടുക്കാറുള്ളൂന്നേ. അപ്പം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ നിങ്ങൾക്ക്, എനിക്ക് ബുദ്ധി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെ മൊത്തം കവേർഡ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. ഞാൻ വിചാരിച്ചു അവിടെ ഈ ഒരു സ്ഥലമാണ് അവിടെ എന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് തെറ്റിപ്പോയി ഗൈസ്. പിന്നെ നോക്കുമ്പോൾ അവിടെ ആയിട്ട് എനിമിയുണ്ട്. ഞാൻ പക്ഷേ വെയിറ്റ് ചെയ്ത് നിന്നു. നമ്മളിവിടെ ഇല്ല എന്നറിയിച്ച് അവൻ ഇങ്ങോട്ട് വരുമോ അല്ലെങ്കിൽ എന്താണ് അവൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്നറിയാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ അവന് വണ്ടി കയറാനാണെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ കുറച്ച് ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും അവൻ ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അത്യാവശ്യത്തിൽ കൂടുതൽ ഡാമേജ് കൊടുത്ത് അവനെ അങ്ങ് നോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ വേറെ എവിടുന്നൊക്കെയോ എനിക്ക് അടി കിട്ടുന്നുണ്ട്. പിന്നെ വേഗം തന്നെ ഗ്ലൂ വാളൊക്കെ ഇട്ടിട്ട് ഞാൻ മെഡിക്കിറ്റ് യൂസ് ചെയ്യേണ്ടി വന്നില്ല. അവൻ്റെ ലൂട്ട് ബോക്സിൽ നിന്ന് ലൂട്ടും കാര്യങ്ങളും എല്ലാം എടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ടീംമേറ്റ് ഒരാൾ പോയി നോക്കായിട്ടുണ്ട്, നോക്കല്ല ഡെഡ് ആയിട്ടുണ്ട്. അവനെ റിവൈവ് ചെയ്യാൻ പോകണം. അപ്പോൾ അവനെ റിവൈവ് ചെയ്യാൻ പോകുന്ന വഴിക്ക് വേറൊരു എനിമിനെ കൂടെ കണ്ടു. ആവശ്യത്തിൽ കൂടുതൽ ഡാമേജ് കൊടുത്തു. ഒറ്റ അടി അവൻ വീഴണ്ടായിരുന്നു. പക്ഷേ അവൻ മിസ്സാക്കി ഗൈസ്. അവൻ മിസ്സാക്കി എന്നല്ല, ഞാൻ മിസ്സാക്കി ഗൈസ്. അവന് ഭാഗ്യമുള്ളതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെങ്ങാനും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ ഇവിടുന്ന് പോയി കഴിഞ്ഞു. ഇനി ഞാൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുമ്പോൾ എൻ്റെ പുറകിൽ നിന്ന് വന്ന് അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കൂടുതൽ നേരം ഇവിടെ നിന്നില്ല. പക്ഷേ അവനെ അപ്പോഴത്തേക്കും ആരോ ഫിനിഷ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ലൂട്ട് ബോക്സ് കണ്ടു. എവിടുന്ന് അടി വരുന്നതെന്ന് നോക്കിയപ്പോഴാണ് ഗൈസ് മേളിലിരിക്കുന്നു. പിന്നെ അവിടെ നിന്ന് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്ത് അവനെ അങ്ങ് നോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ മേളിനി വന്ന് അത്ര പെട്ടെന്ന് ആരും റിവൈവ് ചെയ്തുകൊണ്ട് പോവില്ല എന്നറിയാവുന്ന കാരണം ഞാൻ ടെൻഷനൊന്നും അടിക്കാതെ അങ്ങനെ ഇരുന്ന് അവൻ കില്ലാവുമെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ ആ ഒരു നോക്ക് നമുക്ക് ഫിനിഷായി കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാക്കിൽ നിന്ന് അടി വന്നതല്ല, ഞാൻ അവന് അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് ഒക്കെ കൊടുത്തപ്പോഴത്തേനും അവനവിടെ ഗ്ലൂ വാളൊക്കെ എടുത്തിട്ട്
ആയിട്ട് ഇരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ അത്യാവശ്യത്തിൽ കൂടുതൽ എനിമീസ് ഉണ്ടല്ലോ, എനിമീസ് വരാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങ് ബാക്ക് വലിഞ്ഞു. മാത്രമല്ല നമ്മുടെ ഒരു ടീംമേറ്റിനെ റിവൈവും ചെയ്യണമല്ലോ, അപ്പോൾ അവനെ അങ്ങ് റിവൈവും ചെയ്യാൻ ഓർത്തിട്ട് പിന്നെ വേഗം പോയി റിവൈവ് ഒക്കെ ചെയ്ത് വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിതേ മേളിലോട്ട് കയറുവാണ്. ഇവിടെ ചുറ്റിനും എവിടേക്കോ എനിമീസ് ഉണ്ട്. പിന്നെ കാണുന്നവരൊക്കെ പിടിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. അവിടുന്ന് ഇവിടുന്നും ഒക്കെ കാണുന്നവരെ അറ്റാക്ക് ചെയ്ത് വേഗം നോക്ക് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അത്ര പെട്ടെന്നൊന്നും നടക്കുന്നില്ല. ഞാൻ അവനെ നോക്കിയ സമയം കൊണ്ട് അവൻ നമ്മുടെ ടീംമേറ്റിന് നല്ല രീതിയിൽ ഡാമേജ് ഒക്കെ കൊടുത്തിട്ട് അവൻ ഫിനിഷിങ് ചെയ്തു നമ്മുടെ ടീംമേറ്റിനെ. എന്നിട്ട് അവൻ വലിയ കാര്യത്തിൽ മെഡിക്കറ്റൊക്കെ കയറ്റി അവിടെ ഇരിക്കുമോ എൻ്റെ മുമ്പ് വെച്ച് എൻ്റെ ടീംമേറ്റിനെ ഫിനിഷ് ചെയ്തിട്ട്. പിന്നെ വേഗം തന്നെ അവനെ ഞാൻ നോക്ക് ചെയ്ത്, അവൻ ഗ്ലൂ ഇടാൻ വന്നായിരുന്നു, പക്ഷേ അതിന് മുമ്പ് ഞാൻ അവനെ നോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടീംമേറ്റിനെ റിവൈവ് ആരോ ചെയ്ത് വിട്ടതാണോ അതോ അവൻ ചത്തില്ലായിരുന്നോ? ഇതാണ് പ്രശ്നം. എന്തൊക്കെയോ ഇവിടെ നടന്നു ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, എനിക്ക് മനസ്സിലായില്ലെങ്കിലും. അപ്പം നമ്മുടെ ടീംമേറ്റ് നോക്കായതേ ഉള്ളൂ. എബിലിറ്റി യൂസ് ചെയ്ത് അവൻ തന്നെ ഒന്നെങ്കിൽ റിവൈവ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആര് റിവൈവ് ചെയ്യാനാ? ഞാൻ റിവൈവ് ചെയ്തില്ലല്ലോ. എങ്ങനെയോ അവൻ റിവൈവ് ആയി കാണണം. അപ്പോൾ അങ്ങനെ അവൻ്റെ ലൂട്ട് ബോക്സും കാര്യങ്ങളെല്ലാം നോക്കി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് നമ്മൾ പിന്നെയും എങ്ങോട്ടേക്കോ പോകുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് കോമഡി ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു സെൻസിൽ തന്നെ എടുക്കുക. ഭയങ്കര സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഒന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് പറയുന്നതെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ അവൻ നോക്കായതാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി ഈ സ്ക്രീൻ ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്ത് നോക്കിയാൽ മതി. പക്ഷേ ഞാൻ വോയിസ് ഓവർ കൊടുത്ത സമയത്ത് എന്താണോ അപ്പം വന്നത് ആ സെയിം സാധനം വിത്തൗട്ട് എനി എഡിറ്റിംഗ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുവാണ്. സോ അത് ആ ഒരു സെൻസിൽ തന്നെ എടുക്കുക. ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ്. അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ ടീംമേറ്റ് ഒരാൾ പോയി നോക്കായിരുന്നു. അപ്പോൾ അവൻ ചാവുകയാണെങ്കിൽ അവനെ വേഗം റിവൈവ് ചെയ്യാം. കാരണം നമ്മുടെ ടീംമേറ്റ്സ് എല്ലാവരും ഇത്രയും ദൂരത്തിലാണ്. ഇനി അവിടം വരെ എത്തുമ്പോഴത്തേനും അവൻ എന്തായാലും ചത്തുപോകും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അവൻ ചാവുകയാണെങ്കിൽ വേഗം തന്നെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി അവൻ ചാവുന്നതിന് മുമ്പേ ഇവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവൻ ഡെഡ് ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ടീംമേറ്റ്സിനെ റിവൈവ് ചെയ്ത് വിട്ടിട്ട് ബാക്കി ടീംമേറ്റ്സ് ഉള്ള സ്ഥലത്തേക്ക് ഞാനും പതുക്കെ മൂവ് ഓൺ ആവുകയാണ്. പിന്നെ ഗൈസ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മൾ ടോട്ടൽ എത്ര കില്ല് എടുത്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഗെയിമിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ കില്ല് എടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് നോക്കി ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഏറ്റവും ഫസ്റ്റ് വരുന്ന കറക്റ്റ് ആൻസർ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ടീംമേറ്റ്സിൻ്റെ അടുത്തോട്ട് ഞാൻ ഓടിച്ചാടിയൊക്കെ പോകുന്നുണ്ട്. ടീംമേറ്റ്സ് ബാക്കിയുള്ളവരെല്ലാം ക്ലോക്ക് ടവറിലാണ്. ഇവിടെ എനിമീസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നമ്മുടെ ടീംമേറ്റ്സ് വന്നിട്ട് കുറച്ച് നേരമായിട്ടും ഇടി ഒന്നും കാണാനും കേൾക്കാനും ഒന്നും ഇല്ലാത്ത കാരണം ഇവിടെ എനിമീസ് ഇല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പതുക്കെ ക്ലോക്ക് ടവറിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അധികം നേരം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാമ്പ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, അപ്പോൾ അതൊക്കെ സോൺ ഷ്രിങ്കായി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ റിസ്ക് ആണ്. അതുകൊണ്ട് വേഗം തന്നെ നമുക്ക് ഇവിടുന്ന് പോകണം. ഇനി ഇവിടെ നിന്നാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സോണിൽ പെടും. പിന്നെ നമ്മുടെ EP HP അങ്ങനെ എല്ലാ സാധനങ്ങളും കുറഞ്ഞിട്ട് അവസാനം എന്ത് പറ്റും, നമ്മൾ ഡെഡ് ആവും ഗൈസ്. പിന്നെ ഡെഡായി കഴിഞ്ഞാൽ നമ്മളങ്ങനെ ബൂയി അടിക്കുക. അപ്പോൾ അത് വേണ്ടല്ലേ, നമുക്കങ്ങ് പോയേക്കാം വെറുതെ എന്നതിന്. അങ്ങനെ ടീംമേറ്റ്സ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ പോയേനെ. അതെന്താ, നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമില്ലേ? ധൈര്യം ഇല്ലാത്തതുകൊണ്ടല്ല, ടീംമേറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ, അങ്ങനെയല്ലേ? ഇതൊക്കെ ഒരു ടീം വർക്കല്ലേ. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് നിന്ന് വേണ്ടേ കളിക്കാൻ. ആ ഒരു ഇതുകൊണ്ടാണ് ഗൈസ് ഞാൻ പോകാത്തത്, അല്ലാതെ പേടിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ 2-3 ദിവസം മുമ്പ് നമ്മളിട്ട ഒരു BR റാങ്കിൻ്റെ വീഡിയോയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് ആളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ആളുടെ അഭിപ്രായങ്ങളും എല്ലാം. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഷോർട്സ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ വന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതൊരു സെപ്പറേറ്റ് ഷോർട്സ് ആയിട്ട് ചെയ്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഡു കമൻറ്റ് ഗൈസ്. അപ്പോൾ സോൺ ഷ്രിങ്ക് ആവുന്ന അനുസരിച്ച് ഞാനും നമ്മുടെ ടീംമേറ്റ്സും എല്ലാം പതുക്കെ സോൺ പിടിച്ച് അകത്തോട്ട് കയറി വരുന്നുണ്ട്. നമ്മുടെ ടീംമേറ്റ് കുറച്ച് മുന്നിലായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ടവറിൽ വന്ന് കയറി ക്യാമ്പൊക്കെ ചെയ്ത് എനിമീസ് എവിടെന്നെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അവസാനം ഞാനും സൈഡ് വഴിയൊക്കെ ഇങ്ങനെ പോവുകയാണ്. നമ്മുടെ എനിമീസ് എന്തായാലും സോണിൽ നിന്നൊക്കെ ഓടി കയറുന്നുണ്ടാവും എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് അങ്ങനെ വരുന്നവരെ അടിച്ചിടാലോ എന്ന് ഓർത്തിട്ട് അവിടെ എല്ലാം നോക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ടീംമേറ്റ്സും കയറിയിട്ടില്ല. അപ്പോൾ ഒരുത്തനാണെങ്കിൽ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സോണിൽ നിന്നിട്ട്. അപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും എനിമിക്ക് നല്ല രീതിയിൽ ഡാമേജൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത്ര നേരം സോണിനകത്തായിരുന്നെങ്കിൽ ഇപ്പോൾ സോൺ നമ്മളെ പുറത്താക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവനിങ്ങനെ ഓടിപ്പോവുകയാണ്, അവന് നല്ല രീതിയിൽ ഡാമേജ് കൊടുക്കുന്നുണ്ട്. അവസാനം ഞാൻ ആ എനിമീനെ അങ്ങ് നല്ല ഡാമേജൊക്കെ കൊടുത്ത് നമ്മൾ നോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ സോൺ പിടിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ EP പതുക്കെ ഇപ്പോൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് ഫുൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ HP കുറയാനായിട്ട് തുടങ്ങും. ഇതിപ്പോൾ തൊട്ടില്ല എന്ന് പറയുന്ന പോലെ ആയിരുന്നു. എന്തായാലും അവസാനം നമ്മളിതേ സോണിൽ കയറിയിട്ടുണ്ട്. ടീംമേറ്റ്സ് എല്ലാവരും ഓരോരുത്തരും ഓരോ സ്ഥലത്ത് പോയി കിടക്കുവാണ്. ഇവരെ എല്ലാവരെയും ഒന്നിച്ചു കൂട്ടുക എന്ന് പറയുന്നത് ഒരു പണി തന്നെയാണ്.
ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ടീംമേറ്റ്സാണ്. അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇവരെ ഞാൻ ഏത് ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കും? മലയാളം അറിയാമെങ്കിൽ നമുക്ക് മലയാളത്തിലെങ്കിലും പറയാമായിരുന്നു. ഇത് ഹിന്ദി എനിക്കും അറിയത്തില്ല, മലയാളം ഒട്ടും അവർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇനി? അപ്പോൾ പിന്നെ മിണ്ടാതിരിക്കണം. അവർ പോകുന്ന വഴി നമുക്ക് പോകാം, അതേ നടക്കൂ. അത് കഴിഞ്ഞതേ ഇതൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു എനിമി ഓടിച്ചാടി സോൺ പിടിക്കാനായിട്ട് പോകുന്ന കണ്ടത്. സോണല്ല, അവൻ എങ്ങോട്ടോ ഓടി പോകുന്ന കണ്ടത്. പിന്നെ വേഗം തന്നെ നല്ല രീതിയിൽ ഡാമേജ്, നല്ല രീതിയിലെല്ലാം കുറച്ച് ഡാമേജൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവൻ ഗ്ലൂ വാൾ ഇട്ടു. അവൻ ഗ്ലൂ വാൾ ഇട്ടപ്പോൾ എനിക്ക് കൊണ്ടിട്ടാ ഗ്ലൂ വാൾ, നിനക്ക് മാത്രമല്ല എന്ന് പറഞ്ഞ് ഞാനും ഒരു ഗ്ലൂ വാൾ അങ്ങ് എടുത്തിട്ടെന്നേ. അത് കഴിഞ്ഞിട്ട് അവൻ ദേ അങ്ങ് മേളിലോട്ട് മറ്റേ എബിലിറ്റിയൊക്കെ യൂസ് ചെയ്ത് അങ്ങ് കയറിപ്പോയി. ഞാൻ വിടുവോ? പിന്നെയും കുറച്ച് ഡാമേജൊക്കെ കൊടുത്തു, പക്ഷെ അവൻ നോക്കായില്ല. അവൻ്റെ പുറകെ പോയിട്ടാണെങ്കിലും അവനെ ഇന്ന് ഫിനിഷ് ചെയ്യുമെന്നും പറഞ്ഞാണ് ഞാൻ പോകുന്നത്. ഓവർ കോൺഫിഡൻസ് ആണെന്ന് നിങ്ങൾ വിചാരിച്ചേക്കരുത്. നമ്മുടെ ടീംമേറ്റ്സ് അവിടെ ഉണ്ടെന്നേ. എന്തായാലും എല്ലാവരും കൂടെ ഒരുമിച്ച് അവൻ ഒറ്റയൊരുത്തൻ നോക്ക് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള വിശ്വാസത്തിൽ കയറി ചെല്ലുന്നതാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അതേ സ്കോപ്പ് ചെയ്ത് എവിടേക്കോ ഒക്കെ അടിക്കുന്നുണ്ട്. ഇത് എവിടേക്കോ അടിക്കുന്നതെന്ന് മാത്രം എൻ്റെ അടുത്ത് ചോദിക്കരുത്. മൊത്തം കൊള്ളുന്നത് ഭിത്തിക്കിട്ടായിരുന്നു. അവിടെ എനിമി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നാത്തിനാണോ ഞാൻ ഈ സ്കോപ്പ് ചെയ്ത് വെച്ച് അടിച്ചത്? ഞാൻ ഡാമേജ് കൊടുത്ത് പുറകെ ഓടി വന്ന എനിമിയുടെ ലൂട്ട് ബോക്സ് അല്ലേ ആ കിടക്കുന്നത്? എൻ്റെ ശിവനെ, ഇതൊക്കെ എപ്പം നടന്നോ ആവോ. പിന്നെ ആരെങ്കിലുമൊക്കെ കില്ലെടുക്കട്ടെ, നമുക്ക് അവസാനം പോയി അടിച്ചാൽ മതിയല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ പറയാം, അതല്ലേ പറ്റൂ. ഇനിയിപ്പോൾ 14 പേരും കൂടെ ഉണ്ട്. 4 പേര് നമ്മളാണ്. ബാക്കിയുള്ള 10 പേരെ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് സമാധാനിക്കാം. ഈ 10 എന്നുള്ളതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അവസാനത്തെ സോണിലോട്ട് ഇങ്ങനെ കടക്കുന്നത് കാരണം എവിടെയെങ്കിലുമൊക്കെ പോയി ആരെങ്കിലുമൊക്കെ റിവൈവ് ചെയ്ത് വിടാതിരിക്കത്തില്ല എന്നിങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചതും 14 എന്നുള്ളത് 15 ദേ ഇപ്പോൾ 17 അങ്ങനെയൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ദേ മേളിലോട്ട് നോക്ക് ഗൈസ്, 2-3 പേര് വന്നിറങ്ങുന്നു. പിന്നെ അതും എൻ്റെ മുമ്പിൽ എவ்வளோ ധൈര്യം ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഡാമേജ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിലൊരുത്തനെ നോക്ക് ചെയ്തു. ഇനി ഒരുത്തനും കൂടെ ഉണ്ട്. അവനാണെങ്കിൽ നൈസായിട്ട് രക്ഷപ്പെട്ടു എന്നൊരു ഡൗട്ടുണ്ട്. എന്തായാലും പോയി നോക്കാം. ഒരുത്തൻ നോക്കാണ്, അത് ദേ ഫിനിഷായി കിട്ടിയിട്ടുമുണ്ട്. അടുത്തവനെ നോക്കാൻ വരുമ്പോഴത്തേനും ദേ വേറൊരുത്തൻ വന്ന് ഇറങ്ങി. കൈ കിട്ടിയ ഗൺ വെച്ചിട്ട് ഞാൻ അത്യാവശ്യം ഡാമേജ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ വലിയ ഗണ്ണെടുത്ത് അടിച്ചാൽ മതിയായിരുന്നു. അതും അങ്ങനെ പോയി കിട്ടിയിട്ടുണ്ട്. എവിടേക്കാണോ എൻ്റെ ടീംമേറ്റ്സ് വരുന്നത് അവിടുത്തെ എല്ലാം എൻ്റെ കില്ലും പോകുന്നുണ്ട് ഗൈസ്. സന്തോഷം. അത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല രീതിയിൽ ഡാമേജ് കിട്ടി. നോക്കുമ്പോൾ ദേ സോണിലൊക്കെ നിന്ന് അടിക്കുന്നു. പിന്നെ വേഗം തന്നെ 2 പേരെ അങ്ങ് നോക്ക് ചെയ്ത് അതങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നൈസായിട്ട് ഗണ്ണൊന്ന് മാറ്റി ഗ്രോസ എക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ഒരു ടീംമേറ്റും പോയി നോക്കായി ചത്തിട്ടുണ്ട്. ഇനി അവനെ എവിടെ പോയി റിവൈവ് ചെയ്യാനാ? പോട്ടെ, സാരമില്ല, നമുക്ക് അങ്ങ് ബൂയി അടിച്ച് കൊടുക്കാം ചെറുക്കന്, അത് മതിയെന്നേ. അല്ലെങ്കിൽ ഞാനിവിടെ പോയി റിവൈവ് ചെയ്യാനാണ്. ഇനി റിവൈവ് ചെയ്യാൻ സ്ഥലമൊന്നും ഇല്ല, പിന്നെ എന്നാ പറയാനാ. അതിന് നോക്കുമ്പോൾ പിന്നെ അങ്ങ് ദൂരത്തു നിന്നൊക്കെ നല്ല രീതിയിൽ ഡാമേജ് കിട്ടുന്നു. പിന്നെ വേഗം തന്നെ ഗ്ലൂ വാളൊക്കെ ഇട്ട്, കണ്ടോ എൻ്റെ ഗ്ലൂ വാൾ ഇടുന്ന സ്പീഡൊക്കെ കണ്ടോ നിങ്ങൾ? ഇത് സ്പീഡ് കൂട്ടി അധികം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇത് ഏകദേശം ഈ ഒരു സ്പീഡിൽ തന്നെ ഞാൻ ഗ്ലൂ വാളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഏത് ഹാർട്ട് വേണം, ബ്ലൂ ഹാർട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലിട്ട് പൊട്ടിച്ചേക്ക്. അത് കഴിഞ്ഞ് ഞാൻ അവനെ അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, നോക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നിന്നു. കാരണം അവിടെ നമ്മുടെ ടീംമേറ്റ് ഒളിഞ്ഞും പാത്തുമൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഒരു എനിമിയും കൂടെ കാണുമെന്ന്. അത് കഴിഞ്ഞ് ഞാൻ താഴെ മേളിലും ഒക്കെ നോക്കുന്നുണ്ട്. ഒരുത്തൻ വന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. അവന് അത്യാവശ്യം ഡാമേജ് ഒക്കെ കൊടുക്കാൻ നോക്കിയെങ്കിലും അവൻ നൈസായിട്ട് രക്ഷപ്പെട്ട് പോയിട്ടുണ്ട് ഗൈസ്. എനിക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കൈ കിട്ടിയത് വെച്ചിട്ട് വേഗം തന്നെ അവനെ നോക്കി ചെയ്ത് നമ്മളിത് അങ്ങനെ ഫിനിഷ് ചെയ്തു. അതും കില്ല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയാണെങ്കിൽ 9 പേരും കൂടെ ഉള്ളൂ. 9 പേരിൽ 3 പേര് നമ്മളാണ്. അപ്പോൾ നമ്മുടെ ടീംമേറ്റ്സ് എല്ലാവരും ഇപ്പോൾ സേഫായിട്ടുണ്ട്. ഇനി പിന്നീട് എന്താവുമെന്ന് നമുക്ക് ഏതായാലും നോക്കാം. അവസാനം ഞാൻ മാത്രമാവുമോ അതോ അവർ മാത്രമായി അവരിൽ ആരെങ്കിലും ഒരാളൊക്കെ മാത്രമാവുമോ എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ ഇനി എനിമീസിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും കാണാനില്ലെന്ന് പറഞ്ഞതും ദേ പുറകിൽ ഒരുത്തനെ കണ്ടു. പിന്നെ വേഗം തന്നെ അവനെ അങ്ങ് നോക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ടീംമേറ്റിനെ റിവൈവ് ചെയ്ത് വിട്ടു. പക്ഷേ സോൺ കാരണം പിന്നെ അവൻ നോക്കായി പോകുമായിരുന്നു ഗൈസ്. ഞാനും സേഫ് അല്ലാത്ത കാരണം പിന്നെ റിവൈവ് ചെയ്യാനായിട്ട് പോയില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരുത്തനുണ്ടായിരുന്നു, അവനെ എന്തേ നോക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കയറി പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ആ വീട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് വേറെ എവിടെയെങ്കിലും എനിമീസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. ഞാനിപ്പോൾ സ്കോപ്പ് ചെയ്ത് ആ വീട്ടിലൊരു എനിമീനെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ മേളിൽ നിന്ന് അവന് ഡാമേജ് എല്ലാം കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി, പക്ഷേ പറ്റുകയില്ലാന്ന് മനസ്സിലാക്കി. കാരണം പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ നോക്ക് ചെയ്തത് ഫിനിഷ് ചെയ്തിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഗ്ലൂ വാൾ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വേറെ എനിമീസും കാര്യങ്ങളൊന്നും കാണത്തില്ല എന്ന്. പക്ഷേ ഇനി നമ്മൾ 3 പേരും കൂടെ ഉള്ളൂ. നമ്മുടെ ടീംമേറ്റ്സ് എല്ലാവരും പോയി നോക്കായി ചത്തിട്ടൊക്കെ ഉണ്ട് ഗൈസ്. ഇനി ഞാൻ മാത്രമാണ് നമ്മുടെ ടീമിൽ നിന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ദേണ്ടോ അവിടെ ഒരുത്തനിരിക്കുന്നു. അപ്പോൾ ഞാൻ അവനെ നൈസായിട്ട് അടിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് സ്കോപ്പ് ചെയ്ത് ഇവിടെ കയറിയിട്ട്. പിന്നെ സോൺ ഷ്രിങ്കായി വരുന്ന അനുസരിച്ച് അവൻ എന്തായാലും ചാടാതിരിക്കത്തില്ല, അല്ലെങ്കിൽ എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ഗ്ലൂ വാൾ തനിയെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പം എനിക്കിത് ഇവനെ വേഗം തന്നെ അങ്ങനെ ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ ലൂട്ടും കാര്യങ്ങളെല്ലാം നോക്കുവാണ്. നല്ല രീതിയിൽ ഹെൽത്ത് പോകുന്നുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ നേരം നിന്നില്ല. വേഗം തന്നെ ബാക്കിലോട്ട് വലിഞ്ഞ് നമ്മുടെ അലോക്കിൻ്റെ എബിലിറ്റി ഇട്ട് നമ്മുടെ മെഡിക്കിറ്റൊക്കെ യൂസ് ചെയ്ത് ഞാനിങ്ങനെ ഇരിക്കുവാണ്. ആ ഒരു സമയം കൊണ്ട് തന്നെ എനിമി നല്ല രീതിയിൽ ഡാമേജ് ഒക്കെ തന്ന് എനിക്ക് എനിമി എവിടെയാണെന്നൊക്കെ കറക്റ്റ്
കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റി. അവനാണെങ്കിൽ ഗ്ലൂ ആൾട്ട് ഫ്രണ്ടിലോട്ട് കയറുന്നുണ്ടായിരുന്നു. എനിക്ക് മര്യാദയ്ക്ക് മെഡിക്കറ്റ് യൂസ് ചെയ്യാനായിട്ടുള്ളൊരു സമയം പോലും കിട്ടിയില്ലായിരുന്നു. പിന്നെ അവസാനം എൻ്റെ ഒരു അശ്രദ്ധ മൂലം നമ്മൾ ഡിഫീറ്റ് അടിക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ബൂയെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ടോട്ടൽ കിൽ കമൻറ്റും കൂടെ ചെയ്യുക. ബൈ.